ഡോക്ടർ എനിക്ക് ഒന്നോ രണ്ടോ കുരു വരാറുള്ളൂ, പക്ഷെ വരുന്നതൊക്കെ പാടായിട്ട് മാറും. ഇങ്ങനെ പലരും എന്നോട് പറയാറുണ്ട്. സോ അതിന്റെ മെയിൻ റീസൺ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആദ്യമായിട്ട് നിങ്ങൾ കുരു വരുന്ന ഒരാളാണെങ്കിൽ ഡോക്ടർ പറയുന്ന ടൈം മാത്രമല്ല, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു പിമ്പിൾ വന്നു കഴിഞ്ഞാൽ ഇടാൻ ഒരു ഓയിൻമെന്റ് എങ്കിലും കയ്യിലുണ്ടാകണം. അത് നിങ്ങൾക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ആയിട്ടുള്ളത് തന്നെ വേണം. ആൻഡ് യു ഷുഡ് ആസ്ക് യുവർ ഡോക്ടർ, ക്യാൻ ഐ യൂസ് ഇറ്റ് ഇൻ ഫ്യൂച്ചർ? അങ്ങനത്തെ ഒരു ഓയിൻമെന്റ് ഉണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ ഇട്ട് കൊടുത്താൽ കുരുവിന്റെ അളവും ആഴവും കുറഞ്ഞു കിട്ടും. രണ്ടാമത്തെ കാര്യം, എന്ത് പറഞ്ഞാലും പകല് സൺസ്ക്രീൻ ഇടാൻ മറക്കരുത്. സൺസ്ക്രീൻ ഇടുമ്പോൾ പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് കുറയും. മൂന്നാമതായിട്ട്, ചിലർക്കൊരു ഹാബിറ്റ് ഉണ്ട്, കുരു വന്ന പാടെ പൊട്ടിക്കുക. ഇത് ആൻസൈറ്റി കാരണമായിരിക്കാം, ചില ആൾക്കാർ അറിയാതെ ഹാബിറ്റ് ആയിട്ടായിരിക്കാം, ചിലരെ ലക്ഷ്യം വെച്ച് തന്നെ കുരു പൊട്ടിക്കാറുണ്ട്. സോ ഇങ്ങനത്തെ ഹാബിറ്റ് ഉള്ളവർക്ക് ഡെഫിനറ്റ്ലി ആഴത്തിൽ പിഗ്മെന്റേഷൻ ഉള്ള പാടുകളായിട്ട് തന്നെ മാറും. മൂന്നാമത്തെ കാര്യം, യൂസ് ലൈറ്റ് സിറംസ്, നിയാസിനമൈഡ്, കോജിക് ആസിഡ്, കുറച്ച് ബ്രൈറ്റനിങ് സിറംസും കൂടി ലൈറ്റ് ബേസ്ഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുഖത്ത് പിഗ്മെന്റേഷൻ ഇല്ലാതിരിക്കും. താങ്ക് യു ആൻഡ് ഫോളോ മീ ഫോർ മോർ ടിപ്സ്.